രാഹുൽ ഈശ്വർ, ഇന്ന് അതിജീവിതയുടെ ഈ ഹർജി, അതായത് അടച്ചിട്ട മുറിയിലുള്ള വിചാരണ വേണ്ട, തുറന്ന കോടതിയിൽ വിചാരണ നടക്കട്ടെ, എന്താണ് ഇങ്ങനെ ഒരു അസാധാരണ നീക്കം നടത്തുന്നതിന് പിന്നിലുള്ള കാരണം? താങ്കൾ എങ്ങനെയാണ് കാണുന്നതിനെ? മഞ്ജുഷി, 3 കാര്യങ്ങൾ. ആദ്യം തന്നെ അതിജീവിതയോട് അങ്ങേയറ്റം ബഹുമാനവും അതിജീവിതയുടെ ഏത് നിലപാടിനോടും ബഹുമാനവും അറിയിക്കുന്നു. പൂർണ്ണമായും വിയോജിക്കുന്നു, അത് വേറെ. പക്ഷേ അതിജീവിതയ്ക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡുകളിൽ ഒന്നാണ്. അതിൻ്റെ ഒരു എൻഡിലേക്ക് വരികയാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ബഹുമാനിക്കാനും അതിനെ വിയോജിക്കുമ്പോഴും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 2, ഇത് പറയുന്ന അതിജീവിതയോടല്ല, അതിജീവിതയുടെ കൂടെ നിൽക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വേദന മുതലാക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2ഉം 3ഉം പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ദയവായി ശ്രദ്ധിക്കുക. UNDESA@UN.org UNDESA@UN.org യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലിന്റെ ഇമെയിലാണ്. അതിലും കൂടെ ഒരു പരാതി അയച്ചോളൂ, നല്ലതാണ്. ചുമ്മാ UN കൂടെ അറിഞ്ഞിരിക്കട്ടെ. അങ്ങനെ UN-ലേക്കും നമ്മുടെ വേൾഡ് കോർട്ടിലേക്കും വേൾഡ് ബാങ്കിലേക്കും IMF-ലേക്കും എല്ലാം കൂടി ഒരു പരാതി അയച്ച് ഒരുതരം പരിഹാസത്തിന്റെ ചുവയാണ് താങ്കളുടെ ആ വാക്കുകളിൽ കാണുന്നത്. അല്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, അതൊരു പരിഹാസത്തിന്റെ രീതിയിലാണ് താങ്കൾ സംസാരിച്ചത്. അങ്ങനെയല്ല, ഇതിന് തൊട്ട് മുൻപ് അതിജീവിത രാഷ്ട്രപതിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. അതിൽ അവർ പറയുന്നത് ന്യായമായ ഒരു കാരണമല്ലേ? ഇതിലെ ഒരു പ്രധാനപ്പെട്ട തെളിവായി കണക്കാക്കുന്ന മെമ്മറി കാർഡ് അത് തുറന്ന് പരിശോധിച്ചു എന്നുള്ള കാര്യം അന്വേഷണത്തിൽ, ആരുടെ അന്വേഷണത്തിൽ? ജുഡീഷ്യറിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ പോലും ബോധ്യമായ കാര്യമാണ്. പക്ഷേ എന്ത് നടപടിയാണ് ഉണ്ടായത്? അതായത് കോടതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവ് കോടതിയുടെ പ്രിമൈസിൽ തന്നെ തുറന്ന് പരിശോധിച്ചു എന്ന് പോലും കണ്ടെത്തിയിരുന്നു. 2023 ഡിസംബറിലെ ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ, അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള ആ വിധിയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1, 2, 3 3 ഇൻസിഡൻസ് കൃത്യമായി പറയുമ്പോൾ അതിൽ മൂന്നാമത് നടന്ന സംഭവം കോടതിയുടെ പരിഗണനയിലുള്ള സമയത്ത്, കോടതിയുടെ പ്രിമൈസിൽ, കോടതിയുടെ സമയത്ത്, ഉച്ച സമയത്ത് തന്നെ നടന്ന ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. ബാക്കി രണ്ടും രാത്രിയിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിലുള്ള ആശങ്ക അതിജീവിതയ്ക്ക് ഉണ്ടാകണോ വേണ്ടയോ? അതാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. അപ്പോൾ രാഹുൽ ഈശ്വർ പറയുകയാണ് UN-ലേക്ക് അയച്ചോളൂ, IMF-ലേക്ക് അയച്ചോളൂ. ആ രീതിയിലുള്ള പരിഹാസം ചൊരിയരുത്. സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവാനാണ്. ഈ ഫയൽ തുറന്നു പരിശോധിക്കാനൊന്നുമില്ല. ഈ ഡിവൈസ് ഏതെങ്കിലും കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇട്ട് ഇത് തന്നെയാണോ ഡിവൈസ് എന്ന് നോക്കിയാൽ ആ ഡിവൈസിന്റെ ഹാഷ് വാല്യൂ മാറും. പക്ഷേ ഒരു ഫയലുകളുടെ ഒറ്റ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതെന്താണെന്ന് IMF-നും വേൾഡ് ബാങ്കിനും ഒന്നും ആയിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ് പരാതി അയച്ചത്. അതിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. അവരുടെ ആശങ്ക രാഷ്ട്രപതിയെ അറിയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നീതി കിട്ടാത്തതുകൊണ്ട്. ഒറ്റക്കാര്യം. പിന്നെ താങ്കൾ പറഞ്ഞു തുറന്ന് പരിശോധിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന്. എന്തിനാണ് തുറന്ന് പരിശോധിക്കുന്നത്? അവരാരെങ്കിലും അവർക്ക് അനുവാദം കൊടുത്തോ? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? അത് പറയൂ, എന്തിനു വേണ്ടി? പറയാൻ 10 സെക്കൻഡ് പോലും ഇല്ല. ശരി, ഈ സാധാരണക്കാർ മനസ്സിലാക്കാനാണ്. തുറന്നു പരിശോധിക്കാൻ ഇത് അടച്ചു വെച്ചിരിക്കുന്ന സാധനമൊന്നുമല്ല. എന്തിനാണ് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത്? ആരാണ് അവർക്ക് അനുവാദം കൊടുത്തത്? അതിന്റെ മറുപടിയാണ്. ഈ മെമ്മറി കാർഡ് ആണോ, താൻ എടുത്തിരിക്കുന്ന മെമ്മറി കാർഡ് ഇത് തന്നെയാണോ എന്ന് എവിടെങ്കിലും ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ആ വിവോ ഫോണിലോ ഇട്ട് നോക്കിയാൽ ഇത് തുറന്നു പരിശോധിക്കലൊന്നുമല്ല. എന്തിനാണ് അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഇട്ട് നോക്കുന്നത്? അല്ലല്ലേ, ഈ കോടതി ജീവനക്കാരോട് ആരെങ്കിലും പറഞ്ഞോ ഈ മെമ്മറി കാർഡ് ഇട്ട് നോക്കാൻ? അല്ലല്ല, കോടതി ജീവനക്കാരോട് പറഞ്ഞു ആരെങ്കിലും ഈ മെമ്മറി കാർഡ് ഇട്ട് നോക്കാൻ? താങ്കൾ ഇങ്ങനെ സില്ലി ആയിട്ട് കാര്യം പറയരുത്. അല്ലല്ല, കോടതിയുടെ മുന്നിൽ വിചാരണ കോടതിയുടെ മുന്നിൽ തെളിവായി നിൽക്കുന്ന, അല്ലല്ലോ, തെളിവ് മൂല്യമുള്ള ഒരു തെളിവ് അത് ഇട്ട് നോക്കുവാനായിട്ട്, മെമ്മറി കാർഡെങ്കിൽ മെമ്മറി കാർഡ്, അല്ലല്ല, അത് ഈ മെമ്മറി കാർഡാണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു വിവോ ഫോണിലോ ഒരു വിൻഡോസ് ഡിവൈസിലോ ഇട്ട് നോക്കി എന്ന് പറയുന്നത് എത്രത്തോളം ലാഘവത്തോടെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ശ്രീ രാഹുൽ ഈശ്വർ, കോർട്ട് ഓഫീസേഴ്സ് ആണ് ചെയ്തത്. ഇതിന് പിന്നിൽ ദിലീപ് ഒന്നുമല്ല. അതായത് ആ ഫയൽ മാറിയിട്ടില്ല സാർ. താങ്കൾക്ക്, ജനങ്ങൾക്കെങ്കിലും മറുപടി കേട്ടോട്ടെ. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് ദീപ മാഡത്തിന്റെ FSL റിപ്പോർട്ടിൽ എടുത്തെഴുതിയിട്ടുണ്ട്. അതായത് അതിജീവിതയുമായി ബന്ധപ്പെട്ട 8 ഫയലുകളുണ്ട്. അതിൽ ഒരു ഫയലിന്റെ പോലും ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. 3, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലാഘവത്തോടെ, സിനിമയെ ബന്ധിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെയും കൂടെ പറയാം. ഇനിയും കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറയുകയും ഈ ജഡ്ജിമാരെല്ലാം മോശക്കാരാണ്, ഇതിന്റെ മേൽക്കോടതികളിൽ പോകാമെന്ന് പറയുകയും ചെയ്യാൻ വേണ്ടി ആദ്യമേ ഒരു ഡിഫൻസ് ഉണ്ടാക്കുകയാണ്, ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അതുകൊണ്ടാണ് വനിതയായി ജഡ്ജിയെ അപമാനിച്ചു, അവരുടെ ഹസ്ബൻഡിനെ അപമാനിച്ചു, അവരുടെ അച്ഛനെ അപമാനിച്ചു, അവസാനമായി
ആ ജഡ്ജിക്ക് പറയേണ്ടി വന്നു എന്റെ 12 വയസ്സുള്ള മോളെ ഒഴിച്ച് ബാക്കി എല്ലാരെയും ഇവരെ അപമാനിച്ചു എന്ന്. മാധ്യമങ്ങൾ കൂടെ ഉണ്ടെന്ന് കരുതി കിട്ടുന്ന എല്ലാരെയും കരിവാരി തേക്കുന്നത് ഒരു വൃത്തികെട്ട പ്രവണതയാണ്. ശരിയാണ്, മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്, പോലീസ് പൂർണ്ണമായിട്ടുണ്ട്, സർക്കാർ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടിൽ നീതി വേണ്ടേ? തെളിവില്ലാതെ ഒരാളെ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ശ്രീ ദിലീപിനെതിരെ ഒരു തെളിവും കണ്ടുപിടിക്കാത്തത് കൊണ്ട് വ്യാജ തെളിവുണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടുപിടിക്കട്ടെ. അതിനിടയിൽ എന്തിനാണ് ഈ നീക്കങ്ങൾ എന്നുള്ളതാണ്. താങ്കൾ ഈ മെമ്മറി കാർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ ദിലീപിന്റെ കാര്യം പറഞ്ഞില്ല, ദിലീപിന് വേണ്ടി അല്ലെങ്കിൽ ദിലീപ് തുറന്ന് പരിശോധിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കൃത്യമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് 3 തവണ മെമ്മറി കാർഡ് കൃത്യമായ അന്വേഷണത്തിൽ ജുഡീഷ്യറിയുടെ അന്വേഷണത്തിൽ സംവിധാനത്തിന്റെ പ്രോട്ടോകോൾ സംരക്ഷിക്കാനാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എല്ലാം ഊന്നുന്ന ദിലീപിനെയാണ്. എന്നിട്ട് അവസാനം ജുഡീഷ്യറിയെ നന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് കാര്യമാണ്? നമുക്ക് നേരിട്ട് സംസാരിച്ചൂടെ? ഈ വളഞ്ഞ കുട്ടി മൂക്കി പിടിക്കുന്നത്, ഇങ്ങനെ മൂക്കി പിടിക്കുന്നത് എന്തിനാ? ദിലീപിനെ വെക്കുന്നത് അത് ഇങ്ങനെ പറയാനുള്ള ധൈര്യം കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ പറയാം. ദിലീപിന് എന്തായിരുന്നു കാര്യം? മെമ്മറി കാർഡ് പരിശോധിച്ച കേസിൽ ഇടപെടാൻ എന്തായിരുന്നു കാര്യം? അല്ല, ദിലീപ് അതിൽ പങ്കാളി അല്ല എങ്കിൽ പിന്നെ ദിലീപ് എന്തിനാണ് കോടതിയിൽ പോയത് ഈ വിഷയത്തിൽ? അതാണ് കോടതിയുടെ ഇന്റഗ്രിറ്റി. കോടതി ദിലീപിന്റെ വാദഗതി തള്ളി. നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ദിലീപ് പോയതെന്നാണ് ഞാൻ ചോദിച്ചത്. ശരി, ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇന്ന് അതിജീവിത വിചാരണ കോടതിയെ തന്നെയാണ് സമീപിച്ചത്. തുറന്ന കോടതിയിൽ വാദം നടക്കട്ടെ എന്നാണ് അതിജീവിത പറയുന്നത്. അതായത് എല്ലാവരും കേൾക്കട്ടെ. അതായത് ഈ കോടതിയിൽ, വിചാരണ കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം അത് അടച്ചിട്ട മുറിയിൽ അവിടെ കൂടി നിൽക്കുന്ന അഡ്വക്കേറ്റുമാരും സാക്ഷികളും പ്രതികളും മാത്രം അറിഞ്ഞാൽ പോരാ, പൊതുസമൂഹം അറിയണമെന്ന് എന്തുകൊണ്ട് ഈ കേസിലെ അതിജീവിത കരുതുന്നു? എന്താണ് അവർക്ക് ഇങ്ങനെ തോന്നാനുണ്ടായ കാരണം? ഇതുവരെ അതില്ലായിരുന്നുവല്ലോ. ഒരുപക്ഷെ കോടതിയിൽ പല തവണകളായിട്ട് പല രീതിയിൽ അവര് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് 2 പ്രോസിക്യൂട്ടർമാർ മാറിയ കാര്യം. അതുപോലെ തന്നെ കോടതിയിൽ വെച്ചിട്ട് തന്നെ ഈ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട സംഗതി. അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കി എന്ന് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം നടപ്പിലാക്കാൻ. ജസ്റ്റിസ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് സീംസ് ടു ബി ഡൺ എന്ന്. അപ്പോൾ അങ്ങനെ നീതി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഈ സിസ്റ്റത്തിന് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് സർവൈവറിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂട്രിക്സിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അപേക്ഷ വരുന്നതിന്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കി. എന്താണ് കോടതിയിൽ നടക്കുന്നത് എന്ന് എല്ലാവരും അറിയണം എന്ന് അവരെ ആഗ്രഹിക്കുന്നത്. കോടതിയിൽ ഇവരുടെ സ്വകാര്യത മറച്ചു വെക്കേണ്ടെന്ന സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. കാരണം ഓൾറെഡി ഇവരുടെ പല രീതിയിലുമുള്ള ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. പലതവണ പറഞ്ഞിട്ടുണ്ട്. അതവരുടെ റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്ന സംഗതിയാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ അത് പ്രൈവസിയെ ബാധിക്കുന്ന സംഗതി കൂടിയാണ്. നോട്ട് മിയർ ആനിമൽ എക്സിസ്റ്റൻസ്, ഒരു മൃഗതുല്യമായി ജീവിച്ചാൽ പോരാ, ജീവിക്കുമ്പോൾ അത് ഒരു മനുഷ്യ ഡിഗ്നിറ്റിയോട്, ബർത്ത് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ഹ്യൂമൻ ഡിഗ്നിറ്റി ഉണ്ടാവണമെങ്കിൽ എന്റെ പ്രൈവസി വയലേഷൻ ഇല്ലാതിരിക്കണം. അപ്പൊ എന്റെ പ്രൈവസി വയലേഷൻ നടന്നു എന്ന് ആശങ്കപ്പെടുന്ന അത്തരം രീതിയിലുള്ള എല്ലാവിധ സംഗതികളും അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത്, ഇപ്പം നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഹാഷ് വാല്യൂ അറിയില്ല, ആ വാല്യൂ അറിയില്ല എന്നൊക്കെ. നോക്കൂ, ഒരു ഡിവൈസിന്റെ അകത്ത് ഒരു മെമ്മറി കാർഡ് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം കോപ്പി ചെയ്തു, എന്താ പറയുക, ക്യാമറ വെച്ചെടുക്കുകയോ മറ്റോ ചെയ്തു. ഈ മെമ്മറി കാർഡ് പിന്നീട് പല ഡിവൈസുകളിൽ ഇടുമ്പോൾ എല്ലാ ഡിവൈസുകളിലേക്കും അത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസുകളിലൊക്കെ പോയി എന്നുള്ളത് ഈ മെമ്മറി കാർഡ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ടെക്നോളജി. അപ്പൊ അതുകൊണ്ടാണ് വിവോ ഫോണിൽ ഇട്ടു എന്ന് ഈ മെമ്മറി കാർഡ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇനി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയില്ല എന്ന് പറയുന്നു. അതായത് മെമ്മറി കാർഡിന്റെ കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടാവില്ല, അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഈ മെമ്മറി കാർഡ് എന്റെ ഫോണിൽ ഇട്ടുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു മനുഷ്യന് അല്ലെങ്കിൽ വേറെ എത്രയോ പേർക്ക് ഇത് വേറൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ വേറെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടോ പകർത്താൻ സാധിക്കും. അപ്പോൾ ഇതിനെന്ത് മാറില്ല? ഹാഷ് വാല്യൂ, കണ്ടന്റും മാറില്ല, വേറെ ഫോണിൽ ഇട്ടതും മാറില്ല. കാരണം ഞാൻ എന്റെ ഫോൺ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഇതിലേക്ക് പകർത്തുന്നുണ്ടാവാം. അപ്പോൾ ഇത്തരം രീതിയിലുള്ള പലതും സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് ആശങ്കപ്പെടുന്ന ഒരു അതിജീവിതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും അവർക്ക് നീതി കിട്ടി എന്ന് ബോധ്യപ്പെടണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ശ്രീമതി ആശ ഉണ്ണിത്താൻ, ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല എന്നുള്ള സന്ദേശം തന്നെയല്ലേ ഇത് നൽകുന്നത്? കാരണം വിചാരണ കോടതിയുടെ പ്രവൃത്തികൾ അത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അത് ഈ അന്തിമവാദം നടക്കുന്ന സമയമാണെന്ന് കൂടി ഓർക്കണം.
വാദം അവസാനിക്കാൻ സമയമായി, ഇനി വിധിയിലേക്ക് വരാൻ ഏതാനും മാസങ്ങളെ ഉള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ സമയത്ത് ഈ വിചാരണ നടത്തുന്ന ഈ കോടതിയെ എനിക്ക് വിശ്വാസമില്ല, ഇതല്ലേ ഇപ്പോൾ അതിജീവിത പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ കോടതിയിൽ നടക്കുന്ന സംഭവങ്ങൾ, അതായത് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന സംഭവങ്ങൾ, അത് പൊതുജനം അറിയണം, ഇനിയെങ്കിലും ഈ ബാക്കി സമയത്തെങ്കിലും അറിയണം. കാരണം അത്രമാത്രം എനിക്കിവിടെ നിന്ന് നീതി കിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു സന്ദേശമല്ലേ അതിജീവിത വെളിയിലേക്ക് നൽകുന്നത് ഈ ഒറ്റ ഹർജിയിലൂടെ? ആ ഹർജി അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അല്ലേ? വിശ്വാസം മൊത്തമായി ജുഡീഷ്യറിയോട് അവർക്ക് ഇല്ലാതില്ല. അവർക്ക് ജുഡീഷ്യറിയോട് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കേസ് നിലനിൽക്കുന്നതും അവർ മൊഴി കൊടുത്തതും അവർ ഇതിന്റെ പുറകെ നിന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹൈക്കോടതിയിൽ പോണതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിശ്വാസമുണ്ട്. പക്ഷെ വിശ്വാസമുള്ള ഈ കോടതിയുടെ അകത്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കോടതിയെ സുതാര്യമാക്കുക എന്നതാണ് എനിക്ക് ഇവിടെ ഏക മാർഗം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസമാണ്. ഇത് ശരിയാണോ തെറ്റാണോ, ഇതാണ് മെത്തേഡ് പാലിക്കേണ്ടത് എന്നും നമുക്കില്ല. കാരണം അതൊക്കെ അതിജീവിതയുടെ മാത്രം അവകാശങ്ങളും അവര് മാത്രം തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ഇതിൽ എനിക്കൊരു സേ ഇല്ല. നോക്കൂ, നിങ്ങൾ പോയി ചെയ്യരുത്, നിങ്ങളുടെ ഭാവി പ്രശ്നത്തിലാവും, എല്ലാവരും ചർച്ച ചെയ്യും. ഇവിടെ മൊഴികൾ കൊടുത്തു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് പോലും റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഏതൊക്കെ മഹതികൾ മറ്റു ആളുകൾ ആ വിറ്റ്നസ് ബോക്സിൽ കയറി നിന്ന് ഏതൊക്കെ രീതിയിൽ മൊഴികൾ മാറ്റി പറഞ്ഞു എന്നും, അതുപോലെ തന്നെ മുൻ പ്രോസിക്യൂട്ടർമാർ ആക്ഷേപം പറഞ്ഞു എന്ന് തന്നെ പറയാം, അലിഗേഷൻ നടത്തി. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞതും, അതിജീവിത തന്നെ അനുഭവിച്ച ട്രയലിന്റെ സമയത്ത് അനുഭവിച്ചിട്ടുള്ള മറ്റു പല ഹറാസ്മെന്റ്സും എല്ലാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കേട്ട മൊഴിക്ക് അപ്പുറത്ത്, ഹിയർസേ എവിഡൻസിന്റെ അപ്പുറത്ത് നിങ്ങൾ റിപ്പോർട്ടർമാർ അവിടെ ഇരുന്ന് കേൾക്കുകയും കാണുകയും ചെയ്തേനെ. ഒരു കൊലപാതക കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണുകയും കേൾക്കുകയും ചെയ്യാമായിരുന്നു.